യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. കാഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവ മാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയോരെന്നെ രൂപഭാവ മാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സന്ദർശന ദിവസം, ദൈവം സന്ദർശിക്കുന്ന ദിവസം, സന്ദർശന ദിവസം, ഡേ ഓഫ് വിസിറ്റേഷൻ, ദൈവത്തിൻ്റെ വിസിറ്റ്, ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദിവസം, ഡേ ഓഫ് വിസിറ്റേഷൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് സദ്വൃത്തമായ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് രക്ഷാ ദിവസം, നാം സന്തോഷിച്ച് ആനന്ദിക്കുക. പാവരിഹാര ദിവസം, നാം സന്തോഷിച്ച് ആനന്ദിക്കുക. സന്ദർശന ദിവസം വായിക്കാം, വീണ്ടും വായിക്കാം. ലൂക്കോസ് 19-ാം അധ്യായം 43-ാം വാക്യം. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. നിന്റെ സന്ദർശന ദിവസം നീ അറിയുന്നില്ല, ദൈവം നിന്നെ സന്ദർശിക്കുന്ന ദിവസം നീ അറിയുന്നില്ല. അതുകൊണ്ട് നിനക്ക് ചുറ്റും ദൈവം വാടകോരി, ശത്രുക്കൾ വന്ന് വാടകോരിയിട്ട് മതിൽ കെട്ടിയിട്ട് കോട്ട കെട്ടിയിട്ട് നിന്നെ മാത്രമല്ല നിന്റെ മക്കളെയും നശിപ്പിക്കുന്ന കാലം വരുന്നു. സന്ദർശന കാലം നീ അറിയണം. ഡേ ഓഫ് വിസിറ്റേഷൻ. വീണ്ടും ഒരു വാക്യം കൂടി വായിക്കാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. യഹോവ തന്റെ ജനത്തെ സന്ദർശിക്കുന്ന ദിവസം ദൈവം സന്ദർശിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്തിൻ്റെ അമ്മായിമ്മയായ നവമി പറയുന്നതാണ്, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്ന ദിവസമായി, ദൈവം ജനത്തെ സന്ദർശിക്കുന്ന കാലമായി. ഇപ്പോൾ ക്ഷാമം മാറി, ദൈവം സന്ദർശിക്കുന്നു. ഇത് ഓരോ വാക്യം വെച്ചുകൊണ്ട് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്ദർശന ദിവസമാണ്. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നു. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കുന്നു. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കുന്നു. നിത്യനായ ദൈവം നമ്മെ കാണാൻ ഇറങ്ങി വരുന്നു. സ്തോത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? മനസ്സിലായാൽ നിങ്ങൾ ഇവിടെ സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കും.
നിങ്ങളെ സന്ദർശിക്കാൻ, നിങ്ങളുടെ ക്ഷാമം തീർക്കാൻ, നിങ്ങളുടെ വേദന മാറ്റാൻ, നിങ്ങളുടെ രോഗമകറ്റാൻ, മനക്ലേശങ്ങൾ മാറ്റാൻ നിത്യനായ ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ദിവസമാണിന്ന്. സ്തോത്രം. ഇത് സന്ദർശനത്തിൻ്റെ ദിവസമാണ്. യഹോവയുടെ ജനത്തെ സന്ദർശിച്ച് ക്ഷാമം മാറ്റിയിരിക്കുന്നു. ഇന്ന് ക്ഷാമം കൊണ്ട് വലയുകയാണ്. എന്താണ് ക്ഷാമം? പൈസയുടെ ക്ഷാമമുണ്ട്, ശരി ഉണ്ട്. ആഹാരത്തിന് ക്ഷാമമുണ്ടോ? അതുകൊണ്ട് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസത്തിന് ക്ഷാമമുണ്ടോ? ഇല്ല, വിദ്യാഭ്യാസത്തിന് ക്ഷാമമുണ്ട്. പലതും പറയാം. ആരോഗ്യത്തിന് ക്ഷാമമുണ്ടോ? ആരോഗ്യത്തിന് ക്ഷാമമുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ ക്ഷാമം എന്താണെന്ന് അറിയാമോ? സ്നേഹത്തിന് ക്ഷാമം. സ്നേഹത്തിന് ക്ഷാമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങൾ ഇന്ന് സ്നേഹത്തിന് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന് ക്ഷാമം. സ്നേഹം കിട്ടുന്നില്ല. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ല. ഭർത്താവ് ഒരു നല്ല വാക്ക് പറയുന്നില്ല. ഭർത്താവ് ഒന്ന് പുഞ്ചിരിക്കുന്നില്ല. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാർ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യയുടെ കോപശീലം മാറിയൊന്ന് സൗമ്യമായിട്ട് സംസാരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യയുടെ പെരുമാറ്റത്തിലുള്ളതായ സ്നേഹശൂന്യത കണ്ട് വേദനിക്കുന്ന വിതുമ്പുന്ന ഭർത്താക്കന്മാർ, അമ്മയുടെ ക്ഷേമത്തിന് വേണ്ടി, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കാക്ഷിക്കുന്ന മക്കൾ, അപ്പൻ്റെ സ്നേഹത്തിന് വേണ്ടി കാക്ഷിക്കുന്ന മക്കൾ പോരാ, അമ്മായിയമ്മയുടെ സ്നേഹത്തിന് വേണ്ടി കരയുന്നതായ പെൺമക്കൾ, മരുമക്കളുടെ സ്നേഹത്തിന് വേണ്ടി കാക്ഷിക്കുന്നതായ അമ്മായിയമ്മമാർ, കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. സ്നേഹം കിട്ടാതെ വലയുന്നവരാരെങ്കിലുമൊക്കെ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? സ്നേഹം കിട്ടാതെ വലയുന്നവർ, ദൈവത്തിന് സ്തോത്രം. ചിലരുടെ സഹതാപത്തോടെ നിങ്ങൾ സംസാരിക്കും, പക്ഷേ ആ സഹതാപത്തിന് സ്നേഹമില്ല. സഹതാപത്തോടെ സംസാരിക്കുന്നവരും അവർ ഭംഗിവാക്കുമായിട്ട് സംസാരിക്കും, അവിടെ സ്നേഹമില്ല. സാക്ഷാത്തായ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലെ സാക്ഷാത്തായ സ്നേഹമുള്ളൂ. യേശുക്രിസ്തുവിൽ വരണം. അവിടെ നിർമ്മലമായ സ്നേഹമാണ്. അവിടെ കലറയില്ലാത്ത സ്നേഹമാണ്. അവിടെ കണ്ടീഷൻ വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. യാതൊരു പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹമാണ്. ദേശത്തെ ദൈവം സന്ദർശിക്കുന്നു. ദേശത്തെ ബേത്ലഹേം അപ്പത്തിൻ്റെ വീടാണ്. അപ്പത്തിൻ്റെ വീട്, ദ ഹൗസ് ഓഫ് ബ്രെഡ്. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, അപ്പത്തിൻ്റെ വീട്. അപ്പത്തിൻ്റെ വീടായ ബേത്ലഹേം ക്ഷാമമായി. അപ്പത്തിൻ്റെ വീട്ടിൽ എല്ലാം ഉണ്ട്, പക്ഷേ ക്ഷാമമാണ്. അപ്പത്തിൻ്റെ വീടാണ്, നല്ല സൽപ്പേരുള്ള വീടാണ്. പുറമേ ആര് നോക്കിയാലും നല്ല നല്ല അന്തസ്സുള്ള വീടാണ്. പക്ഷേ അകത്ത് സ്നേഹമില്ല, ക്ഷാമം. അകത്ത് ക്ഷാമം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീടിൻ്റെ മുറിയുടെ 4 ഭിത്തികൾക്കുള്ളിൽ ഭാര്യയും ഭർത്താവും ഒരുപക്ഷേ ഒരു കട്ടിലാണ് കിടക്കുന്നത്. പക്ഷേ ക്ഷാമം. ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭർത്താവ്, ക്ഷാമം. ഉള്ളിൽ ചേർച്ചയില്ല, ഭാര്യയുമായിട്ട് ചേർച്ചയില്ല, ഉള്ളത്തിലൊരു യോജിപ്പില്ല. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള കുടുംബങ്ങൾ ധാരാളമില്ലേ? ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ കൂട്ടായ്മ എടുത്തുയർത്തി കാണിക്കുന്നത് കുടുംബസമാധാനമാണ്. കുടുംബസമാധാനം, സ്നേഹത്താൽ നിറഞ്ഞ കുടുംബങ്ങൾ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നിങ്ങൾ ഇന്നീ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങനത്തെ ഒരു സന്ദർശനം എനിക്ക് വേണം. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ സ്നേഹം വരണം. എൻ്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹം, ഒരു പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം, ഒരു പ്രതിഫലം ഇച്ഛിക്കാത്തതായ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആ സ്നേഹം കിട്ടണമെങ്കിൽ ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കണം. അവിടെ ആ സ്നേഹം കാണും. അതാണ് ഏറ്റവും നല്ല മാതൃക. ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കിയാൽ ആ സ്നേഹം അവിടെ പ്രതിബിംബിക്കുന്നത് കാണാം. ആ സ്നേഹം അവിടെ നിറഞ്ഞ് വഴിഞ്ഞൊഴുകുന്നത് കാണാം. സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒഴുക്കാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിനൊഴുകിയതായ ആ ചോര രക്തം. ആ സ്നേഹത്തിൻ്റെ ഒഴുക്കാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും നിങ്ങൾ സ്നേഹിച്ചു പോകും. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. അങ്ങനെ അവസ്ഥയുണ്ട് കേട്ടോ. സ്തോത്രം. ആരോടും പരാതിയില്ല, ഒരു കാര്യത്തെക്കുറിച്ചും സംശയമില്ല, ഒരു പരിഭവമില്ല, ഒരു ഇഷ്ടക്കുറവില്ല. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം സംഭവിച്ചാലും ഒന്നും നമ്മുടെ ഉള്ളത്തെ തൊടാത്ത രീതിയിലിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമത്തോടെ ഞാൻ തികഞ്ഞവനായിട്ട് പറയുകയല്ല, തികഞ്ഞൊന്നും എനിക്കൊരു തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് കർത്താവ് ഒരു ചെറിയ ഭാഗ്യം തന്നിട്ടുണ്ട്. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ കാണാനുള്ളതൊരു ഭാഗ്യം, യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനുള്ളതൊരു ഭാഗ്യം, ഹൃദയത്തിൽ എനിക്ക് ആരോടും കയ്പില്ലാതിരിക്കാനുള്ളതായൊരു ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വേല ഞാൻ ചെയ്യുന്നു, കർത്താവിൻ്റെ വചനം ഞാൻ പറയുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, കർത്താവേ, ഇനി എത്ര കാലം? ചുരുങ്ങിയൊരു കാലം മാത്രം മുമ്പിലുണ്ട്. ഈ കാലം സ്നേഹത്തിൽ നിറഞ്ഞ്
അനേകർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ യോഗ്യനാക്കി തീർക്കണമേ. സ്നേഹത്തിൽ നിറയാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്നേഹം മാത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് സാധ്യമാണെന്ന്? ഈ സ്നേഹത്താൽ നിറയാൻ സാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമായി തീരും, ആനന്ദതുന്തിലമായി തീരും. എന്തൊരാനന്ദം! ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനം നിറഞ്ഞു കവിയും. ഓരോരുത്തരും ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്നേഹം വരുന്നുണ്ടോ? നിങ്ങളുടെ ജോലി ചെയ്യുന്നവരുടെ സ്നേഹം വരുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഭാര്യയോട്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് സ്നേഹം വരുന്നുണ്ടോ? സ്നേഹത്തിന് എവിടെയെങ്കിലും വിടവ് വന്നിട്ടുണ്ടോ? സ്നേഹത്തിന് വിടവ് വരരുത്. എല്ലാം അയച്ച് സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു വരണം. സ്തോത്രം. മറ്റൊന്നിനോട് പ്രവേശനമില്ലാത്ത വിധത്തിൽ സ്നേഹം നിറയണം. ഗോകുൽത്തായിലെ കുരിശിലേക്ക് നോക്കിയാൽ ആ സ്നേഹം കാണാം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമുഖത്തോട് തന്നെ മറന്നുള്ളതായ സ്നേഹം, സ്വാർത്ഥ ലേശമില്ലാത്ത സ്നേഹം, തൻകാര്യം അല്പവും ചിന്തിക്കാത്ത സ്നേഹം, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ആ മഹാഭാഗ്യത്തിന് ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. മഹാഭാഗ്യം, സ്നേഹത്താൽ നിറയുന്ന മഹാഭാഗ്യം. ആകുലങ്ങളുണ്ട്, ആവലാതിയുണ്ട്, സങ്കടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. എൻ്റെ ദൈവമേ, അനേകം പ്രശ്നങ്ങളുണ്ട്. ഓരോന്ന് ഓർക്കുമ്പോൾ സങ്കടം വരും. പക്ഷേ കർത്താവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചാൽ മതി. നവമി പറഞ്ഞു, ഇത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ക്ഷാമം മാറിയിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അനുഗ്രഹിച്ചു. സന്ദർശന ദിവസം ഇന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സന്ദർശന ദിവസമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം പാകിത്തരുന്ന ദിവസമാണ്. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം കേട്ടുവിട്ടാൽ മതിയോ? അല്ലെങ്കിൽ അനുഭവിക്കണ്ടേ? സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയണം. ആരോടും പരിഭവമില്ലാത്ത സ്നേഹം. അത് വീണ്ടും ഞാൻ പറയട്ടെ, പരിഭവമില്ലാത്ത സ്നേഹം. ഒരു അവകാശവാദവും പറയാനില്ലാത്ത സ്നേഹം. ഒരു ക്ലെയിമുമില്ല, ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല, ഒരു നീതീകരണവും ഇല്ല. ആ സ്നേഹം മാത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ആ സ്നേഹത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, ഇന്ന് സന്ദർശന ദിവസമാണ്. കർത്താവേ, നിൻ്റെ സ്നേഹം എന്നെ സന്ദർശിക്കുന്ന ദിവസമാണ്. ഗോകുൽത്തായിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ സ്നേഹം എന്നെ തൊടുന്ന ദിവസമാണ്. കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട. കർത്താവേ, എനിക്കിനി ഈ ലോകത്തിന് ഒന്നും വേണ്ട. യേശുവേ, എനിക്ക് നിൻ്റെ സ്നേഹം മതി. യേശുവിൻ്റെ സാന്നിധ്യം മതി. യേശുവേ, നിൻ്റെ ആളത്വം എൻ്റെ ഉള്ളത്തിൽ വസിച്ചാൽ മതി. യേശു എൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ മതി. വേറെ ഒന്നും വേണ്ട കർത്താവേ, വേറെ ഒന്നും വേണ്ട. യേശുവേ, എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ, ഇന്ന് നീ എന്നെ സന്ദർശിക്കുന്ന ദിവസമാണ്. നീ എന്നെ തൊടുന്ന ദിവസമാണ്. എൻ്റെ രോഗം മാറ്റുന്ന ദിവസമാണ്. കർത്താവേ, എൻ്റെ ക്ഷാമം മാറ്റുന്ന ദിവസമാണ്. ആരോഗ്യം തരുന്ന ദിവസമാണ്. കർത്താവേ, എൻ്റെ പണത്തിന് ഞെരുക്കം മാറ്റുന്ന ദിവസമാണ്. പണത്തിന് നീക്കുപോക്ക് തരുന്ന ദിവസമാണ്. കടത്തിന് ഒരു പോംവഴി കാണിച്ചു തരുന്ന ദിവസമാണ്. എൻ്റെ കർത്താവേ, ജപ്തി നോട്ടീസ് മാറിപ്പോകുന്ന ദിവസമാണ്. എൻ്റെ കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ദിവസമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന ദിവസമാണ്. കർത്താവേ, ഇന്ന് നാഥാ, നീ എൻ്റെ സന്ദർശന ദിവസമാണ്. സന്ദർശന നാളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സന്ദർശന നാള്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരും സമാധാനം, നിങ്ങൾക്ക് തരും സന്ദർശനം. നിങ്ങളെ കർത്താവ് സന്ദർശിക്കുകയാണ്. നിങ്ങളെ കാണാൻ കർത്താവ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ കാണാൻ കർത്താവ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ കർത്താവ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു മാറ്റം തരാൻ കർത്താവ് വന്നിരിക്കുകയാണ്. കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി തരാൻ കർത്താവ് വന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു വന്നിരിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തു എഴുന്നള്ളി വന്നിരിക്കുന്നു. അത്യുന്നതൻ വന്നിരിക്കുന്നു. നിത്യനായവൻ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഭാഗത്തിലിരുന്നാണ് വചനം കേൾക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഭാഗത്തിലിരുന്ന് വചനം കേൾക്കുന്നു. വചനം പറയുന്ന മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് യേശു മുമ്പിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. പറയുന്ന മനുഷ്യൻ അത് സാധാരണ മനുഷ്യനാണ്. കർത്താവേ, ആ മനുഷ്യന് പ്രത്യേകത ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ. എന്നാലോ കർത്താവേ, നീ ഇന്ന് എന്നെ സന്ദർശിച്ച് എൻ്റെ നേരെ നിൻ്റെ തക്ക നീട്ടിക്കൊണ്ട് എന്നോട് സംസാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നിൻ്റെ കരുണയുടെ കരം എൻ്റെ നേരെ നീട്ടിയിരിക്കുന്നു. എന്നെ താങ്ങുവാൻ, എന്നെ തലോടുവാൻ, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, എൻ്റെ പുറം തടവി തലവരി തരുവാൻ യേശുവേ, നീ ഇന്ന് വന്നിരിക്കുന്നു. സ്തോത്രം. എൻ്റെ സങ്കടം മാറ്റാൻ നീ വന്നിരിക്കുന്നു. എനിക്ക് ജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ നീ വന്നിരിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. അഹരോൻ്റെ ഉണങ്ങിയ വടി തളർപ്പിച്ച ദൈവമേ, ഉണങ്ങിയ വടിയെ തളർപ്പിച്ചവനെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ വറ്റിച്ചവനെ, ഒരത്ഭുതം നടക്കണമേ. ഹല്ലേലൂയ. മനുഷ്യൻ നോട്ടത്തിൽ ചെങ്കടൽ വറ്റുകയില്ല. മനുഷ്യൻ നോട്ടത്തിൽ ഉണങ്ങിപ്പോയ വടി അതിനും തളിർക്കുകയില്ല. കർത്താവേ, യോർദാൻ വറ്റിച്ചവനെ, മനുഷ്യൻ്റെ നോട്ടത്തിൽ യോർദാൻ വറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചവനെ, മനുഷ്യൻ നോട്ടത്തിൽ പാറയിൽ
വായിൽ നിന്ന് വെള്ളം പുറപ്പെടുകയില്ല. കരുണയുള്ള കർത്താവേ, മനുഷ്യ നോട്ടത്തിൽ ഇതൊന്നും സാധ്യമല്ല. എന്നാൽ നിത്യനായ ദൈവമേ, കാലാകാലങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച കർത്താവേ, ഈ പാവപ്പെട്ടൻ്റെ ഉള്ളിൽ ഒരു അത്ഭുതം നീ നിവർത്തിക്കണമേ. ഇന്ന് സന്ദർശന ദിവസമാക്കി തരണമേ. ഇന്ന് എൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സിലിഞ്ഞ് നീ ഒന്ന് എന്നെ തലോടുന്ന ദിവസമാക്കി തരണമേ. എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ. എൻ്റെ ഹൃദയത്തിലുള്ളതായ എല്ലാ പകയും വിദ്വേഷവും മാറ്റണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഭാര്യയോടുള്ളതായ അകൽച്ചയും എൻ്റെ ഭാര്യയോടുള്ളതായ നീരസവും എല്ലാം മാറ്റണമേ. എല്ലാം മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ ഭർത്താവിനുള്ളതായ അമർഷവും എൻ്റെ ഹൃദയത്തിലുള്ളതായ വേദനയും എല്ലാം മാറ്റണമേ. ദൈവമേ, ഞങ്ങൾ ഏകയോഗക്ഷേമമായി ഐക്യമായി ജീവിക്കാനുള്ള വലിയൊരു സമാധാനം തരണമേ. സന്ദർശന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങൾ സന്ദർശിക്കുന്ന ദിവസമാണ്. ഓരോരുത്തരിലേക്ക് യേശു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവ് കണ്ടിരിക്കുന്ന ദിവസമാണ്. അനുഗ്രഹം പകരുകയാണ്, ക്ഷാമം മാറുകയാണ്. ഹല്ലേലൂയ. ക്ഷാമം മാറ്റുകയാണ്. നിത്യനായ ദൈവത്തിന് മാത്രമേ അത് മാറ്റാൻ കഴിയുകയുള്ളൂ. ഭൂമിയിൽ കൂട്ടായ്മയ്ക്ക് അത് മാറ്റാൻ സാധ്യമല്ല. ഭൂമിയിൽ ദൈവത്തിന് പറയുന്ന ഒരു ദൈവദാസന് മാറ്റാൻ സാധ്യമല്ല. അത് മാറ്റാൻ സാധിക്കുന്നത് ഗോകുൽത്തായിലെ കുരിശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഗോകുൽത്തായിലെ കുരിശിൽ തൻ്റെ തിരക്തം ചിന്തിയ കർത്താവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാഥ, ഞാനിതാ നിൻ്റെ അരികിലേക്ക് വരികയാണ്. നാഥ, നീ എന്നോട് മനസ്സിലാക്കണമേ. ക്ഷാമം മാറ്റണമേ. ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കർത്താവേ, ഒരു കുഞ്ഞിനെ കിട്ടിയില്ല. ദൈവം വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചു, വിവാഹം നടന്നില്ല. യേശുവേ, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന നിത്യനായ രക്ഷക, ഇന്ന് എന്നെ നീ സന്ദർശിക്കുന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അടഞ്ഞ ഗർഭപാത്രം തുറക്കണമേ. കരുണയുള്ള കർത്താവേ, ഇന്ന് ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ടൊരു ഗതി തരണമേ. നാഥ, ഇന്ന് എൻ്റെ കടം മാറ്റി തരണമേ. യേശുവേ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശു ക്രിസ്തു വന്നിരിക്കുന്നു, നമുക്ക് സമാധാനം തരുവാൻ വന്നിരിക്കുന്നു. ഇത് സന്ദർശന ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ക്ഷാമം മാറ്റും. സന്ദർശന ദിവസമാണ്. ക്ഷാമം മാറ്റും. സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. പത്രോസ് എന്താണ് പറഞ്ഞത്? പത്രോസിനെ 1-ാമത്തെ എടുക്കൂ, 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ഒരു സന്ദർശന ദിവസം കിട്ടിയിരിക്കുകയാണ്. ദൈവം സന്ദർശിക്കുന്ന ദിവസമാണ്. ഈ സന്ദർശന ദിവസത്തിൽ നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടിട്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ഇന്ന് നിങ്ങൾ സന്ദർശന ദിവസമായി ഇത് അനുഗ്രഹമായി തീർക്കണം. നല്ല നടപ്പ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മറ്റുള്ള മുമ്പിൽ നമ്മൾ വെളിച്ചം പ്രകാശിക്കണം. സ്തോത്രം. നാം ജോലി ചെയ്യുന്നിടത്ത്, നാം പഠിക്കുന്ന ക്ലാസ് മുറിയിൽ, നാം താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ, അല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മിലുള്ളതായി വെളിച്ചം മറ്റുള്ളവർ കാണണം. വെളിച്ചം, ഇതാണ് സത്യ വെളിച്ചം. ആളുകൾ മനസ്സിലാക്കണം. അവിടെ അക്ഷമയില്ല, അസഹിഷ്ണുതയില്ല, അസഹ്യതയില്ല, അവിടെ ധൃതഗതിയില്ല, ഒച്ചപ്പാടില്ല, കലഹങ്ങളില്ല. നമ്മുടെ നല്ല പ്രവൃത്തിയെ കാണണം. നാം ഓരോരുത്തരും നല്ല പ്രവൃത്തികളുള്ളവരായിരിക്കണം. കൂട്ടായ്മയിൽ പോയി എന്നുള്ളതായില്ല. കൂട്ടായ്മയിൽ വരുന്നു, ദൈവത്തിന് വചനം കേൾക്കുന്നു, പക്ഷേ അനേകരും അനുഭവിക്കുന്നില്ല. അനുഭവിക്കണം. നല്ല പ്രവൃത്തിയെ കാണണം. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിച്ചം പ്രകാശിക്കണം. നമ്മിൽ വെളിച്ചം കിട്ടണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ദൈവത്തോട് പറയണം, കർത്താവേ, വെളിച്ചമില്ലല്ലോ, മുന്നോട്ട് ഗതി കിട്ടുന്നില്ലല്ലോ, മുന്നോട്ട് വഴിയിലെ വെളിച്ചം കിട്ടുന്നില്ലല്ലോ, അന്ധകാരമാണല്ലോ, മുമ്പോട്ട് പോകാൻ മാർഗം കാണുന്നില്ലല്ലോ, വെളിച്ചമില്ലല്ലോ. കർത്താവ് പറയുന്നു, മകനെ, നിനക്ക് ഞാൻ വെളിച്ചം തരാം. നിൻ്റെ അന്ധകാരം ഞാൻ മാറ്റിത്തരാം. നിൻ്റെ ഹൃദയത്തിലെ അന്ധകാരം മാറ്റി നിനക്ക് വെളിച്ചം തരാം. വെളിച്ചം തരിക. കർത്താവിന് സ്തോത്രം. വെളിച്ചം തരുന്നു. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മെ തന്നെ കാണുന്നു. നല്ല പ്രവൃത്തികൾ നാം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം നല്ല പ്രവൃത്തിയുള്ളവരായി ജീവിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, മധുരമായ വാക്ക്, സൗമ്യമായ വാക്ക്, സഹിഷ്ണുതയില്ലാതെയില്ല, സഹിഷ്ണുതയോടുള്ള വാക്കുകൾ, എല്ലാം സഹിക്കാനുള്ള മനസ്സ്. ഇന്ന് വാസ്തവത്തിൽ അനേകരും തോറ്റുപോകുന്ന സഹനത്തിൻ്റെ കാര്യമാണ്. സഹിക്കുന്നില്ല. സ്തോത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ വന്ന് ചിലർ പറയും, അയ്യോ വഹിക്കാൻ വയ്യ, വിഷമിക്കുകയാണ്. നിങ്ങൾ പലരും കുരിശ് കാണുമ്പോൾ വെപ്രാളപ്പെട്ടു പോകുന്നു. അയ്യോ കർത്താവേ, വയ്യ, എന്തൊരു കഷ്ടപ്പാട് അല്ലേ. ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയട്ടെ, സ്ത്രീകൾ വാസ്തവത്തിൽ സഹനത്തിൻ്റെ ഉദാത്ത മാതൃകകളാണ്. സഹനം പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ സഹിക്കുന്ന സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകൾക്ക് എന്തൊരു കഷ്ടപ്പാടാണ്. പുരുഷന്മാർക്ക് കഷ്ടപ്പാടില്ലെന്നല്ല, എന്നാലും ഉണ്ടൊരു
ഒരു വിശ്രമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ സ്വന്തം അനുഭവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. സ്ത്രീകൾ എന്ത് കഷ്ടപ്പെട്ടു വിടുന്നു, എന്തുമാത്രം സഹിക്കുന്നു, ആരുടെയെല്ലാം കുത്തും കോളും സഹിക്കണം. മരുമക്കളുടെ അല്ലെങ്കിൽ അമ്മയമ്മയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആളുകൾ, സ്വന്തം ഇൻലോസിൻ്റെ എല്ലാം ഇങ്ങനെ എന്തെല്ലാം യാതനകൾ സഹിച്ചാൽ ഓരോ സ്ത്രീയും ജീവിക്കുന്നത്. മക്കളിൽ നിന്ന് പോലും യാതന വരുന്നു. മക്കൾ ഒരു മോൻ പറയുന്നു, എന്നെ മമ്മിക്ക് സ്നേഹമല്ല, അല്ലെങ്കിൽ എന്നെ ചാച്ചന് സ്നേഹമല്ല, എൻ്റെ അനിയനാ സ്നേഹം. ഇതൊക്കെ ഒരു കുരിശാണ്. അങ്ങനെ തോന്നുന്നത് നാം സന്തോഷത്തോടെ വഹിക്കണം. കുരിശാണ്. കുരിശ് സന്തോഷത്തോടെ ചുമക്കുക. അവിടെ നാം നീരസപ്പെടരുത്, ഒരിക്കലും നീരസം വരരുത്. ഇതെങ്ങനെ പറയുന്നത് എന്താണ്, അങ്ങനെ ഇതൊക്കെ കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, എനിക്കില്ല എന്ന് ചിന്തിക്കരുത്. സഹിക്കുക, പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുക. എന്നിട്ട് കർത്താവ് പറയണം, കർത്താവേ നീ എല്ലാം കാണുന്നു, നാഥാ നീ എല്ലാം അറിയുന്നു, എൻ്റെ ഹൃദയം നീ അറിയുന്നു. നാഥാ കളങ്കത്തിൻ്റെ ഒരു കണിയുണ്ടെങ്കിൽ നാഥാ എനിക്കിതിൻ്റെ മുമ്പിൽ വരാൻ പറ്റുകയില്ലല്ലോ കർത്താവേ, എനിക്കിതിൻ്റെ വചനം കിട്ടുകയില്ലല്ലോ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റിൻ്റെ കണിയുണ്ടെങ്കിൽ, മുഖപക്ഷമോ ഒരു മുഖസ്തുതിയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആരോടെങ്കിലും പ്രജുഡിസുണ്ടെങ്കിൽ, പ്രജുഡിസ് എന്ന് വെച്ചാൽ മുൻവിധി ഉണ്ടെങ്കിൽ, പ്രീ കൺസീവ്ഡ് നോഷൻസ് ആരെക്കുറിച്ചെങ്കിലും മുൻധാരണകളുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ സന്നിധി വരാൻ പറ്റുകയില്ല. ദൈവത്തിന് മുഖോഷമില്ലല്ലോ. അതുകൊണ്ട് കർത്താവേ എന്നെ കറകളഞ്ഞവനായി നിർത്തണം, കറ തീർന്നവനാക്കി നിർത്തണം. പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവേ മറ്റുള്ളവരുടെ അവരുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന സഹിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പുഞ്ചിരിയോടെ സഹിക്കണം, അത് സ്നേഹത്തോടെ സഹിക്കണം. അനേകർ സഹിക്കാൻ പഠിക്കുന്നു. സഹിക്കേണ്ട കാര്യം വരുമ്പോഴേക്കും മനസ്സ് പതറിപ്പോകും. സഹിക്കേണ്ട കാര്യങ്ങൾ വരും, പക്ഷേ മനസ്സ് പതറിപ്പോകുന്നു. അല്ല, സഹിക്കണം. ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, പെൺകുട്ടികളോട് പറയട്ടെ, നിങ്ങൾ സഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സഹിക്കണം. അതൊരു വലിയ പദവിയാണ് കേട്ടോ. അന്തേരം വലിയ പദവി, വലിയ ശക്തിയാണ് കിട്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സഹിക്കുമ്പോൾ ശക്തി കിട്ടും. എല്ലാ ആരോപണങ്ങളും ഞാൻ സഹിക്കുന്നു, എല്ലാ കുറ്റാരോപണങ്ങളും ഞാൻ സഹിക്കുന്നു, എല്ലാ മിഥ്യ അപവാദങ്ങളും ഞാൻ സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അങ്ങനെ വരണം. ഭർത്താവ് കുറ്റം പറഞ്ഞാലോ അല്ല ഭാര്യ കുറ്റം പറഞ്ഞാലോ എന്തെല്ലാം, എൻ്റെ യഥാർത്ഥ സ്ഥിതി ശരിയായിട്ട് അറിയുന്ന യേശുക്രിസ്തു അറിയുന്നു. മനുഷ്യർക്ക് അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ യേശുവിനറിയാം. യേശുവേ നിൻ്റെ സ്വഭാവത്തിന് യോജ്യമായി മാറ്റണമേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ മനസ്സ് നമുക്ക് കിട്ടും, കർത്താവിൻ്റെ ഹൃദയം നമുക്ക് കിട്ടും. അതിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ പതിയട്ടെ. സ്തോത്രം. കർത്താവേ നിൻ്റെ ഹൃദയം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കണം. യേശുവേ നിൻ്റെ മനസ്സ് എനിക്ക് തരണമേ. യേശുവേ നിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തരണമേ. യേശുവേ നിൻ്റെ പ്രകൃതി എനിക്ക് തരണമേ. യേശുവേ നിൻ്റെ ഹൃദയം എനിക്ക് തരണമേ. യേശുവിൻ്റെ ഹൃദയമുള്ളവരായി തീരുക മഹാഭാഗ്യമാണ്. യേശുവിൻ്റെ മനസ്സുള്ളവരായി തീരുക മഹാഭാഗ്യമാണ്. യേശുവിൻ്റെ മനസ്സ് ലോകത്തിന് മനസ്സിലാവുകയില്ല, മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല, ലോകത്തിൻ്റെ കണ്ണുകൾ കൂടി നോക്കുന്നവർക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ യേശുവിൻ്റെ മനസ്സ് നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങൾ യാചിക്കണം, കർത്താവേ എനിക്ക് യേശുവിൻ്റെ ഹൃദയം തരണമേ, യേശുവിൻ്റെ മനസ്സ് തരണമേ. സ്തോത്രം. സഹിച്ച് യേശു സഹിച്ചതുപോലെ സഹിച്ച് കർത്താവേ നിത്യതയുടെ തുറമുഖത്തേക്ക് എത്തുവാൻ, നിത്യജീവൻ്റെ തുറമുഖത്തേക്ക് എത്തുവാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കണം. നിങ്ങൾ നിത്യജീവൻ്റെ തുറമുഖത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ട് ഇങ്ങനെ ശീഘ്രതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഘട്ടം കഴിഞ്ഞ് ഈ ബോട്ട് നിത്യദൂരത്തോട് അടുക്കേണ്ടതാണ്. നിത്യശുഭതുറമുഖത്തേക്ക് അടുക്കേണ്ടതാണ്. ശുഭതുറമുഖത്ത് എത്തേണ്ടതാണ്. ഈ ബോട്ട് ഇപ്പോൾ ആടി ഉരയുന്നുണ്ട്, പേടിക്കണ്ട. ഈ ബോട്ടിൽ തിരകളിൽ നിന്ന് തള്ളി തകരുന്നുകൊണ്ട് ഇതിൽ മുങ്ങുമെന്ന് പേടിക്കേണ്ടാകാവുന്ന അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ പേടിക്കേണ്ട. ഈ ബോട്ട് മുങ്ങാതെ കാക്കാൻ ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റന് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഉടമസ്ഥന് സാധിക്കും. അവൻ ഈ ബോട്ട് നേരെ നിർത്തിക്കൊള്ളും. കടലോളങ്ങളൊന്ന് ആഞ്ഞടിച്ചാലും കൊടുങ്കാറ്റ് വന്ന് വീശി അടിച്ചാലും ഈ ബോട്ട് താഴുകയില്ല. ഇത് യേശു വസിക്കുന്ന ബോട്ടാണ്, യേശു വാഴുന്ന ബോട്ടാണ്. യേശു ഇരിക്കുന്ന ഭവനമാണ് എൻ്റെ ഹൃദയം. കർത്താവേ നിൻ്റെ കുടിയിരിപ്പ് ഭവനമാണ്. യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത ജീവിതമാണ്. കർത്താവേ വൺസ് ഫോർ ഓൾ, ഒന്ന് മുഴുവനുമായിട്ട് ഒരിക്കലായിട്ട് ഞാനിതാ എന്നെ നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. വൺസ് ഫോർ ഓൾ, എല്ലാം ഒരിക്കലായിട്ട് ഇതാ തന്നിരിക്കുന്നു. ഇനി ആ മാറ്റമില്ല. വൺസ് ഫോർ ഓൾ. ഇനി ഈ പുറകോട്ട് മാറ്റമില്ല. എനിക്ക് പൂർണ്ണ വിശുദ്ധനായി തീരണം. യേശുവിൻ്റെ ഹൃദയം പ്രാപിക്കണം, യേശുവിൻ്റെ മനസ്സ് പ്രാപിക്കണം. മതി കർത്താവ്, വേറെ ഒന്നും വേണ്ട എനിക്ക്. ആരെല്ലാം തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ, എനിക്ക് ഭാരമില്ല. ആരെല്ലാം എന്നോട് എതിർത്ത് കൊള്ളട്ടെ, അതും സാരമില്ല. കർത്താവ് എനിക്ക് യേശുവിൻ്റെ മനസ്സ് തരണം. യേശു ജീവിച്ച കാലത്ത് അന്നത്തെ പരീശന്മാർ എതിർത്തല്ലോ, കളവ് പറഞ്ഞല്ലോ. അന്നത്തെ ശാസ്ത്രിമാർ കളവ് പറഞ്ഞല്ലോ, അന്നത്തെ സദൂക്യർ കളവ് പറഞ്ഞല്ലോ, എല്ലാവരും എതിർത്തല്ലോ.
അന്നത്തെ പള്ളിപ്രമാണിമാർ എതിർത്തല്ലോ, അന്നത്തെ മഹാപുരോഹിതന്മാർ എതിർത്തല്ലോ. ഈ എതിർപ്പുകളുടെ എല്ലാ മധ്യത്തിൽ യേശു തൻ്റെ വേല നിർവഹിച്ചു. അവിടുന്ന് എല്ലാം നിവർത്തിച്ച് തലചായിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, കർത്താവേ നിൻ്റെ കൃപ എനിക്ക് തരണം. ഇന്ന് സന്ദർശന ദിവസമാണ്, വിസിറ്റേഷൻ്റെ ദിവസമാണ്, ഡേ ഓഫ് വിസിറ്റേഷൻ. ഇന്ന് എൻ്റെ കർത്താവേ എനിക്ക് ഈ സന്ദർശന ദിവസത്തിൽ എനിക്ക് നിൻ്റെ കൃപ തരണം. നീ എന്നെ സന്ദർശിക്കുന്ന ദിവസമാണ്. ഞാനത് അംഗീകരിക്കുന്ന കർത്താവേ, ഞാനത് ഏറ്റുവാങ്ങുന്നു. എൻ്റെ ഈ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വീണ്ടും ഏൽപ്പിക്കുന്നു. നാഥാ, എന്നെ തൊടണമേ, കരങ്ങളിൽ എന്നെ എടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കറകളെല്ലാം മാറ്റണമേ, എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവാഹം എൻ്റെ മേലുണ്ടാകണമേ, പരിശുദ്ധാത്മാവിന് ദിവ്യ ജ്യോതിസിൻ്റെ മേൽ ഇറങ്ങണമേ, പരിശുദ്ധാത്മാവിന് തീജ്വാലിനെ ആളിപ്പട്ടിവാറാക്കി തീർക്കണമേ. കർത്താവേ, തീജ്വാലയിൽ ആളിപ്പടർന്ന് നിന്നെ സ്തുതിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. ആത്മാവിൻ്റെ സ്തുതിയിൽ ആനന്ദിപ്പാൻ കർത്താവേ, ആത്മാവിൻ്റെ സ്തുതിയിൽ ആരാധിപ്പാൻ കർത്താവേ എനിക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങൾക്ക് വാസ്തവമായി തീരുമാനമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവിനോട് പറയാം, നിങ്ങൾ തരികെ പറയാം, കർത്താവേ ഇത്രയും കാലം ബോധമില്ലാതെ ജീവിച്ചു, എന്നാൽ ഇന്ന് ഇതാ നീ എന്നെ സന്ദർശിക്കുന്ന ദിവസം. എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരുന്നു കർത്താവേ, എൻ്റെ ആയുസ് ഞാൻ നിനക്ക് തരുന്നു. ഇന്ന് നീ എന്നെ സന്ദർശിക്കുന്ന ദിവസമാണ്. എൻ്റെ ആയുസ് നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, ഇതാ ഞാൻ ഒരു വ്യവസ്ഥയുമില്ലാതെ നിൻ്റെ കരങ്ങളിലേക്ക്, ആണിയേറ്റ് തകർന്ന കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ജീവിതം ഏൽപ്പിച്ചു തരുന്നു. നാഥാ, നീ എന്നെ കൈക്കൊള്ളണമേ. കറയുള്ള ജീവിതത്തെ മാറ്റി കർത്താവേ ശുദ്ധ ഹൃദയമാക്കി തന്ന് എന്നെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നിൻ്റെ വകയാക്കി മാറ്റണമേ. യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവിനെ നിങ്ങൾ പറയുവീൻ. സന്ദർശന ദിവസമാണ്. നാഥാ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. സുപ്രസാദ കാലമാണ്. സന്തോഷത്തോന ദിവസമാണ്. പാവരികാല ദിവസമാണ്. അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ശാപം മാറ്റുന്ന ദിവസമാണ്. യേശുവേ, നീ പ്രവർത്തിക്കണമേ, എന്നോട് മനസ്സിലാക്കണമേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഏറ്റുപറയാം. കരുണയുള്ള കർത്താവേ, കരുണയുള്ള കർത്താവേ, നിന്റെ തൃക്കരം എൻ്റെ ശിരസിൽ മേൽ വെക്കണമേ. യേശുവേ, നിന്റെ തിരുരക്തം എൻ്റെ നെറ്റിയിൽ പുരട്ടണമേ. യേശുക്രിസ്തു രക്തത്തിന്റെ മുദ്രയണിഞ്ഞ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ഭാഗ്യം തരണമേ. യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ സന്ദർശിപ്പാൻ തിരുമനസ്സായതിനായി സ്തോത്രം. നിത്യപരിശുദ്ധനായ ജീവനുള്ള ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സമർപ്പണം എടുത്തവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. തിരുരക്തം പുരട്ടി വിശുദ്ധീകരിക്കണമേ. 12ാമത്തെ വരയിൽ പറന്നു വീരാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. അടിയങ്ങളെന്തോളം നടത്തിക്കൊള്ളണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.